BPCC 104-ലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് പാർട്ട് 1 ഇതിന്റെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന്റെ രീതിയിലായിരിക്കും ബാക്കി എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 8 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 5 ക്വസ്റ്റ്യൻസിൽ സ്റ്റാറ്റിസ്റ്റിക് ആകുമ്പോൾ ഏകദേശം ഒരു 3-4 ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ ആയിരിക്കും. അതായത് ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും. ഒരു നമ്പേഴ്സ് ഒക്കെ തന്നിട്ട് അത് പ്രാക്ടിക്കലി സോൾവ് ചെയ്യാനായിരിക്കും പറയാം. അല്ലെങ്കിൽ തിയറി ആയിരിക്കും, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിരിക്കും അവര് ചോദിക്കുക. ഉദാഹരണത്തിന് എന്താണ് സ്റ്റാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിസർച്ചിൽ അതിന്റെ സ്കോപ്പ് എന്താണ്, എന്തുകൊണ്ടാണ് റിസർച്ച്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ ഓരോ പ്രോബ്ലംസ് ഒക്കെ തന്ന് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായി ന്യൂമറിക്കലി അതിനെ ഇതാക്കാൻ വേണ്ടി ചോദിക്കും. അപ്പൊ അതില് 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എന്നാണ്. ഒരു 2 ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് കറക്റ്റായി അറ്റൻഡ് ചെയ്താൽ തന്നെ പാസ്സാവാനുള്ള മാർക്ക് കിട്ടും. പക്ഷെ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 5 ക്വസ്റ്റ്യൻസും കറക്റ്റ് അറ്റൻഡ് ചെയ്യണം എന്നാണ്. PYQസിലേക്ക് പോവാം. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ലെ ഉള്ള ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ അതിന്റെ ഓവറോൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, റോള്, മീനിങ്, സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്, ഇതൊക്കെ സ്റ്റാറ്റിന്റെ ലൈവ് സെഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്തതായിരുന്നു. എങ്ങനെയാണ്, എന്താണ് സ്റ്റാറ്റി, 2 ടൈപ്പാണ് സ്റ്റാറ്റി ഉള്ളത്. പ്രധാനമായിട്ടും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും ആണ്. അത് അതിന്റെ റോൾ അനുസരിച്ചിട്ട് മാറും. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ റോൾ എന്താണ്, മീനിങ് എന്താണ്, ഏതൊക്കെ രീതിയിലുള്ള ഓഫ് മെഷർമെന്റ് ഉണ്ട് എന്നുള്ളതൊക്കെ സ്റ്റാറ്റിന്റെ ലൈവ് സെഷൻസ് നമ്മൾ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് നടത്തുമ്പോൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിന്റെ മേൽ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ, റിസർച്ച് നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത്. ഒരു പോപ്പുലേഷന്റെ മേൽ റിസർച്ച് നടത്തുമ്പോൾ മൊത്തം പോപ്പുലേഷൻ എടുക്കാൻ കഴിയില്ലല്ലോ, ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ പോപ്പുലേഷനിൽ നിന്ന് ഒരു പിടി ആൾക്കാരെ, ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യും. ഉദാഹരണങ്ങളൊക്കെ ആ ലൈവ് സെഷൻസിൽ കറക്റ്റായി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു ഉദാഹരണം പറയാം ഞാൻ. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുക. കേരളത്തിലെ ഹൈസ്കൂൾ കുട്ടികളുടെ ഏത് രീതിയിലാണ് ക്ലാസ് എടുത്താൽ അവർക്ക് കൂടുതൽ അവരെ ഇമ്പാക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് മൊത്തം കേരളത്തിലുള്ള ഹൈസ്കൂളുകളെ കുട്ടികളെ റിസർച്ച് നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും, കിട്ടൂല അങ്ങനെ. അപ്പൊ ഒരു 10-25 സ്കൂള് അല്ലെങ്കിൽ ഒരു 50 സ്കൂളിലെ കുട്ടികളെ എടുത്ത് റിസർച്ച് നടത്തും. അപ്പൊ അതാണ് സാമ്പിൾ. ഈ 50 സ്കൂളുകളിലെ കുട്ടികളാണ് കേരളത്തിലെ മൊത്തം കുട്ടികളിലുള്ള പോപ്പുലേഷന്റെ സാമ്പിളാണ് ഈ 50 സ്കൂളിലെ കുട്ടികൾ. ഈ സ്കൂളിലെ കുട്ടികളുടെ മേൽ റിസർച്ച് നടത്തുമ്പോൾ ഒരുപാട് രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡ്സ് ഒക്കെ യൂസ് ചെയ്യും. അതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ സെൻട്രൽ ടെൻഡൻസി നോക്കും, മീന് മീഡിയൻ മോഡ് നോക്കും, വേരിയേഷൻ നോക്കും. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ. ഒരു മീനിൽ നിന്ന് ആവറേജ് സ്കോറിൽ നിന്ന് എത്രത്തോളം വിട്ടു നിൽക്കുന്നുണ്ട്, വേരിയേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മെഷർ ഓഫ് വേരിയബിലിറ്റി നോക്കുക. അതിലാണ് എന്തൊക്കെ വരിക, മീൻ ഡീവിയേഷൻ വരിക, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, ക്വാർട്ടൈൽ ഡീവിയേഷന്, ഇന്റർ ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഇങ്ങനെയൊക്കെ ടേംസ് ഒക്കെ ഉണ്ട്. അതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരിക. പക്ഷെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ, പോപ്പുലേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ
സാമ്പിളിൽ നിന്ന് പോപ്പുലേഷനിലേക്ക് മാറുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രധാനമായും 2 ടൈപ്പ് ടെസ്റ്റുകളാണ് വരുന്നത്. ഒന്ന് പാരാമെട്രിക് ടെസ്റ്റും മറ്റൊന്ന് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് വരുന്നത്. വിശദീകരിച്ച് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ബെൽ കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പില് ആണ് ഈ മെഷർമെന്റ് ഒക്കെ സ്കോർസ് ഒക്കെ ഉള്ളതെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യും. അല്ല സ്കീവ്ഡ് ആണെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ എങ്ങനെയാണ് ഉത്തരം കൊടുക്കേണ്ടതെന്നുള്ള ഒരു ചെറിയ രൂപം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് എ ഫോക്കസ് ഓൺ ബേസിക് കോൺസെപ്റ്റ് എല്ലാം ആവശ്യമുണ്ടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. അപ്പൊ എങ്ങനെയാണ് അതിന് വിശദീകരിക്കുക? സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ മാത്സും ഈ കണക്കൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫീൽഡാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിപ്പോ എല്ലാ ഫീൽഡിലും സ്റ്റാറ്റിസ്റ്റിക്സ് നല്ല അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താണ് റിസർച്ചിൽ അതിന്റെ സ്കോപ്പ് എന്നുള്ളത്. ബേസിക്കലി ചില കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ. നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ടെൻഡൻസി നോക്കുക, മീന്, മീഡിയൻ, മോഡ്. ഒരു എക്സാം സ്കോർ ഇവാലുവേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എക്സാം സ്കോർ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ ആ കുട്ടികളിൽ ആവറേജ് മാർക്ക്, ഏറ്റവും കൂടുതൽ കുട്ടികളെ മാർക്ക് ഏത് ഭാഗത്താണ് എത്തി നിൽക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മീന്, മീഡിയൻ, മോഡൊക്കെ യൂസ് ചെയ്യുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിന്റെ ആവറേജ് ഏത് മാർക്കാണ് വരിക എന്ന് നോക്കും. ഒരു എക്സാം നടത്തി, മാത്സ് എക്സാം നടത്തി, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്സ് എക്സാം നടത്തിയിട്ട് ആവറേജ് മാർക്ക് എത്രയാണെന്ന് നോക്കാൻ മീൻ യൂസ് ചെയ്യും. എല്ലാ സ്കോറിനെയും ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി അത് സമ്മ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ത് മീൻ എന്നുള്ളത്. മീഡിയൻ എന്നുള്ളത് ഏറ്റവും നടുവിലത്തെ സ്കോറാണ് മീഡിയൻ. പിന്നെ മോഡ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന സ്കോറിനെയാണ് മോഡ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കോൺസെപ്റ്റ് ആണ് വേരിയബിലിറ്റി. അതില് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കും, മീൻ ഡീവിയേഷൻ നോക്കും. അതൊക്കെ മീനിൽ നിന്ന്, ഈ ആവറേജ് മാർക്കിൽ നിന്ന് എത്രത്തോളം വിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോൾ സ്ക്വയർ റൂട്ടൊക്കെ വെച്ചിട്ടാണ് ഇത് നോക്കുന്നത്. സ്ക്വയർ റൂട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും കൂടി അക്യൂറേറ്റ് ആയിരിക്കും അതിന് ആൻസർ കിട്ടുക. മീൻ ഡീവിയേഷനേക്കാൾ ഒന്നും കൂടി കൂടുതലായിട്ടും ആൾക്കാർ റിസർച്ചിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. പിന്നെ ക്വാർട്ടൽ ഡീവിയേഷൻ നോക്കും, എത്രാമത്തെ പെർസെന്റൈലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ 3 നമുക്ക് കിടക്കാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച്. എന്തായാലും സൈക്കോളജി ഫീൽഡിൽ മാത്രമല്ല, ബാക്കി എല്ലാ ഫീൽഡിലും, പ്രത്യേകിച്ച് എക്കണോമിക്സിലാണെങ്കിലും എഡ്യൂക്കേഷനിലാണെങ്കിലും അല്ലാതെ വേറെ ഏത് ഫീൽഡ് എടുത്താലും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റോൾ ഭയങ്കര വലിയൊരു റോളാണ്. റിസർച്ച് ഒക്കെ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ന്യൂമെറിക്കലിയും അല്ലാതെയും ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ മിക്സ്ഡ് അപ്രോച്ച് വെച്ചിട്ടുള്ള റിസർച്ചുകൾ നടത്തുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി നടത്തുമ്പോഴാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ന്യൂമെറിക്കലി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും, ന്യൂമെറിക്കലി അതിനെ കണക്ക് കൂട്ടേണ്ടി വരും, അതിന്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തേണ്ടി വരും. ക്വാണ്ടിറ്റീസ് ഒക്കെ നോക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അപ്രോച്ച്. അതേപോലെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് അപ്രോച്ച് ഉണ്ട്, അതിൽ സ്റ്റാറ്റിക്കൽ യൂസ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, മിക്സ്ഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താവും, സ്റ്റാറ്റിക് യൂസ് ചെയ്യപ്പെടും. അപ്പൊ മിക്സ്ഡ് അപ്രോച്ചിൽ ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ടാവും, ക്വാളിറ്റേറ്റീവും ഉണ്ടാവും, മിക്സ്ഡ് ആയിട്ടുണ്ടാവും അത് അപ്രോച്ച്. റിസർച്ചിൽ എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ എന്താവും, റിസർച്ചിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഭയങ്കര അത്യാവശ്യമായിട്ട് വരും. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ്. മെഷർമെന്റ് സ്കെയിൽസ് 4 ടൈപ്പാണുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കുമല്ലോ. അപ്പൊ 4 ടൈപ്പായിട്ടുള്ള സ്കെയിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നോമിനൽ സ്കെയിൽ ആയിരിക്കും, പിന്നെ ഒന്ന് ഓർഡിനൽ സ്കെയിൽ ആയിരിക്കും, പിന്നെ ഒന്ന് ഇന്റർവെൽ സ്കെയിലും ലാസ്റ്റത്തെ റേഷ്യോ സ്കെയിലുമാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് നോമിനൽ സ്കെയിൽ? നോമിനൽ സ്കെയിലിന് കാറ്റഗറിക്കൽ സ്കെയിൽ എന്നും കൂടി പറയും. ഇത് വേറെ വേറെ കാറ്റഗറീസിനൊക്കെ മെഷർ ചെയ്യാൻ നോമിനൽ സ്കെയിൽ. അതിലാണ് ജെൻഡർ വരിക,
വേറെ വേറെ രീതിയിലുള്ള വേറെ വേറെ ടൈപ്പുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ഒക്കെ കാറ്റഗറീസ് ആയിട്ടാണ് വരുന്നത്. മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് ഉപയോഗിക്കും? നോമിനൽ സ്കെയിലിനെ ഉപയോഗിക്കും. അടുത്തത് ഓർഡിനൽ സ്കെയിലാണ്. റാങ്ക് ഒക്കെ നോക്കുമ്പോൾ, സ്കൂളിലെ കുട്ടികളുടെ റാങ്ക് ഒക്കെ നോക്കുമ്പോൾ ഓർഡിനൽ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോ ഈ ഓർഡിനൽ സ്കെയില് ഒരു ഫസ്റ്റ് റാങ്കിന്റെയും സെക്കൻഡ് റാങ്കിന്റെയും തേർഡ് റാങ്കിന്റെ ഇടയിൽ ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിക്കൊള്ളണമെന്ന് ഇല്ല. ഏതില്? ഓർഡിനൽ സ്കെയിൽ. കാരണം ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് ചിലപ്പോ 98 മാർക്കാണെങ്കിൽ സെക്കൻഡ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് ചിലപ്പോ 97 ആയിരിക്കാം. തേർഡ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് ചിലപ്പോ 75 ആയിരിക്കാം. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഒന്നും ഓർഡിനൽ സ്കെയിൽ ഉണ്ടാവില്ല. പക്ഷെ അതിന് ഒരു ഓർഡർ ഉണ്ടാവും. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക് എന്നുള്ള ഒരു ഓർഡർ ഉണ്ടാവും. പക്ഷെ ഈ ഓർഡറിന്റെ ഇടയിലുള്ള ഈ ഗ്യാപ്സ് ഉണ്ടല്ലോ, അത് വ്യത്യസ്തമായിരിക്കും, ഒരേ രീതിയിലുള്ളതായിക്കൊള്ളണമെന്നില്ല. മൂന്നാമത്തേതാണ് ഇന്റർവെൽ സ്കെയിൽ. ഇന്റർവെൽ സ്കെയിലിന് എന്തുണ്ടായിരിക്കും? കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ടായിരിക്കും. ഫസ്റ്റത്തെ ഓർഡറിന്റെയും സെക്കൻഡിന്റെയും തേർഡിന്റെ എല്ലാത്തിന്റെയും ഓർഡറിന്റെ ഇടയിലുള്ള ഗ്യാപ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കും, ഒരു വ്യത്യാസം പോലും ഉണ്ടാവില്ല. അതാണ് ഇന്റർവെൽ സ്കെയിൽ. വേറൊരു പ്രത്യേകത ഇന്റർവെൽ സ്കെയിലിന് എന്താന്ന് വെച്ചാൽ അതിന് അബ്സൊല്യൂട്ട് ആയിട്ടുള്ള ഒരു സീറോ ഉണ്ടാവില്ല. അബ്സൊല്യൂട്ട് ആയിട്ടുള്ള ഒരു സീറോ ഉണ്ടാവില്ല. ഈ ടെമ്പറേച്ചർ ഒക്കെ ഇന്റർവെൽ സ്കെയിലിന്റെ ഒരു ഉദാഹരണമാണ്. സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ തീരെ ടെമ്പറേച്ചർ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. -1 എന്ന് പറഞ്ഞാലും ഒരു ടെമ്പറേച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. 0, 1, 2 ഇങ്ങനെയൊക്കെ ടെമ്പറേച്ചറിനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അബ്സല്യൂട്ട് ആയിട്ടുള്ള സീറോ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള ട്രൂ സീറോ ആയിരിക്കൂല. അതൊരു ഒരു കണക്ക് മാത്രമാണ്. സീറോ എന്നുള്ളത് ഒരു ഇന്റർവെൽ സ്കെയിലിലെ ഒരു ഇത് മാത്രമാണ്, ഒരു റാങ്ക് മാത്രമാണ് സീറോ. ഓക്കെ, ടെമ്പറേച്ചർ കയ്യിൽ പെടും. പിന്നെ ഒന്നുള്ളത് റേഷ്യോ സ്കെയിലാണ്. റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതിന് അബ്സല്യൂട്ട് ആയിട്ടുള്ള സീറോ ഉണ്ടാവും. അബ്സല്യൂട്ട് ആയിട്ടുള്ള സീറോ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം. വെയിറ്റ്, ഹൈറ്റ് എന്നുള്ളത് റേഷ്യോ സ്കെയിലാണ് വരുന്നത്. റേഷ്യോ സ്കെയിലില് അതായത് സീറോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. സീറോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെയാണ് ഈ 4 സ്കെയിൽസ് വരുന്നത്. അപ്പൊ ഇത്രയും ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യൂണിറ്റ് 2-ലുള്ള കാര്യങ്ങളും വിശദീകരിച്ചിട്ട് ടേബിളൊക്കെ വരച്ച് അതൊക്കെ ഓരോ കമ്പ്യൂട്ടേഷനൊക്കെ ചെയ്ത് വിശദീകരിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഡാറ്റ ഓർഗനൈസേഷനും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനാണ് സെക്കൻഡ് യൂണിറ്റിലുള്ളത്. എങ്ങനെയാണ് ഗ്രാഫൊക്കെ, എന്തിനാണ് ടേബിളൊക്കെ വരച്ചിട്ട് ഗ്രാഫൊക്കെ വരച്ചിട്ട് എന്തിനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അങ്ങനെ ടേബിളൊക്കെ വരച്ച് ഗ്രാഫൊക്കെ വരച്ചിട്ട് വിശദീകരിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ഡാറ്റാസിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് ഈസിയായി തോന്നപ്പെടണം, ആൾക്കാർക്ക് ഈസിലി മനസ്സിലാക്കപ്പെടണം, ഈസിലി അതിനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റണം. അതെന്താന്ന് കാര്യം ഒറ്റ നോട്ടം കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റണം. അതിനാണ് ടേബിൾസ് ഒക്കെ വരയ്ക്കുന്നത്. ടേബിളൊക്കെ വരച്ച് ഇങ്ങനെ നിരത്തി കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഓർഡർ ആയിട്ട് വെച്ച് കാണിച്ചു കൊടുക്കും. എന്ത് മനസ്സിലാവും അവർക്ക്, ആൾക്കാർക്ക് എന്ത് മനസ്സിലാവും? ഇതൊരു കറക്റ്റ് ആയിട്ട് രീതിയിലുള്ള ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ആൾക്കാർക്ക്. പക്ഷെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇങ്ങനെ ഒരു പാരാഗ്രാഫ് എഴുതുന്ന പോലെ എഴുതിയാൽ ഒന്നും മനസ്സിലാക്കാൻ പറ്റൂല. അതിനു വേണ്ടിയിട്ടാണ് ടാബുലേഷൻ, അതായത് ടേബിളൊക്കെ വരയ്ക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഒന്ന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓരോന്നിലും എത്ര ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അൺഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ലൈവ് സെഷൻസിലൊക്കെ. പിന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ എത്രത്തോളം ആൾക്കാർ വരുന്നുണ്ട്, മറ്റേ ഗ്രൂപ്പിൽ അതിന്റെ താഴെ എത്ര വരുന്നുണ്ട്, ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് സ്കോഴ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഒരു ടേബിൾ ആക്കി വരച്ച് ഗ്രാഫ് ആക്കി വരച്ച് കാണിച്ചാൽ ഈസിലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പൊതുവെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ കണക്കൊക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ ടേബിളൊക്കെ വരച്ചാൽ ഗ്രാഫൊക്കെ വരച്ചാൽ എന്താവും, ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഡിസ്ക്രൈബ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു ക്വസ്റ്റ്യൻ വന്നതായിരുന്നു. എങ്ങനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുന്നത്? ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പിന്നെ അൺഗ്രൂപ്പ്ഡ് ആയിട്ടുള്ളതിന് ഇങ്ങനെ വേറെ രീതിയിലുണ്ട്, വ്യത്യസ്തമായ രീതിയിലും. എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ആണല്ലോ കളക്ട് ചെയ്യുക, അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ്.
അപ്പൊ ഓരോ കാര്യങ്ങളും ഒരു നിരത്തിയിട്ട് ഇങ്ങനെ മാർക്ക് തന്നിട്ടുണ്ടാവും, ഒരു സ്കോർ തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ, എക്സാമിന് സ്കോറുകളോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറയും? ടാബുലേഷൻ ചെയ്യാൻ പറയും, ക്ലാസിഫൈ ചെയ്യാൻ പറയും. അങ്ങനെ പൊതുവെ ഇപ്പൊ സ്റ്റാറ്റിന്റെ ഫസ്റ്റ് ബ്ലോക്ക് ആണ്, സ്റ്റാറ്റിന്റെ ഫസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാൻ തീരെ സാധ്യതയില്ല. ഈസിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക, മോഡ് കണ്ടെത്താനോ മീഡിയം കണ്ടെത്താനോ ഓർ മീൻ കണ്ടെത്താനൊക്കെ കാണിക്കാം. എങ്ങനെയാണ് ടാബുലേഷൻ, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണല്ലോ പറഞ്ഞത്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് ടാബുലേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ ഡ്രോയിങ് എ ബാർ ഗ്രാഫ് വിത്ത് സൂട്ടബിൾ ഡയഗ്രാം. ബാർ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നതെന്ന് അറിയാലോ, അതൊക്കെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി, പോളിഗൺ, ഓഗി, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തില് ലൈവ് സെഷനിൽ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഇതൊക്കെ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഈസി ആയിരിക്കും. 8 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അതിലൊരു 2-3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ തന്നെ പാസ്സാവാനുള്ള മാർക്ക് നേടാൻ പറ്റും. ഇത്രയാണ് ഈ 2 യൂണിറ്റിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.